ഇന്നത്തെ സ്മാർട്ട് ലേഡിയിൽ നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ ജീസ് തിരുവനന്തപുരത്ത് തമലം എന്ന പ്രദേശത്തുള്ള സെയിൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ ജീസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ തമലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. എത്ര വർഷങ്ങളായി ഈ സ്കൂൾ തുടങ്ങിയിട്ട്? 30 വർഷമായി സ്കൂൾ തുടങ്ങിയിട്ട്. ആദ്യം ഇവിടെ തീരെ ഡെവലപ്പ് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം കൊടുത്ത കൂടുതൽ ആളുകളെ പ്രബുദ്ധരാക്കാനും സംസ്കാരമുള്ളവരാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കൂൾ തന്നെ തുടങ്ങിയത്. കോതമംഗലം ജ്യോതി പ്രോവിൻസിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഞങ്ങളുടെ ജ്യോതി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ് ഇതിൻ്റെ മാനേജർ. അപ്പോൾ 300ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, 17 സ്റ്റാഫുണ്ട്. അപ്പോൾ അൺഡെവലപ്ഡ് സ്ഥലമായതുകൊണ്ട് അതിന് കൂടുതൽ സംസ്കാരമുള്ള ഒരു കുറേ ആളുകൾക്കാണേലും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും പേരൻസിന് അവയർനെസ് കൊടുക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പല പ്രോഗ്രാംസ് ഇവിടെ പേരൻസിന് അറേഞ്ച് ചെയ്യാറുണ്ട്. കുട്ടികളുടെ പരീക്ഷകളും അവരുടെ പ്രോഗ്രസ്സും എല്ലാം ശരിക്ക് പേരൻസിൻ്റെ ഒപ്പം അവരെ അറിയിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി അങ്ങനെ അവർക്ക് നല്ല സന്തോഷം ഉള്ള ഒരു വിദ്യാഭ്യാസ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്തുള്ള ഒരു ഓർഗനൈസേഷൻ എങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടെ തമലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാൻ കാരണം? ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഫൗണ്ടർ മത്തായി അച്ഛൻ, കതിൽക്കാട്ടിൽ മത്തായി അച്ഛനാണ് ഫൗണ്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഇങ്ങനെ അവികസിത സ്ഥലങ്ങളിലേക്ക് പോയി നമ്മൾക്ക് വിദ്യ അവർക്ക് കൊടുത്ത് അവരെ പുനരുദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഒരു കാരണമായിട്ട് ഇവിടെ എത്തിയത്. ഇതുപോലെ എവിടെയെല്ലാം സ്കൂളുകളുണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ? ഇവിടെ നമുക്ക് ഇവിടെ പാപ്പനംകോടുണ്ട്, കുന്നപ്പുഴയുണ്ട്, തിരുവനന്തപുരത്ത് അങ്ങനെ 2 സ്കൂളുണ്ട്. തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരം വിട്ട് പിന്നെ തൊടുപുഴ, കോതമംഗലം, ഇടുക്കി ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് 30 വർഷം മുമ്പ് വന്ന് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം? ഇപ്പോൾ നേരത്തെയുള്ള ഹെഡ് മിസ്ട്രസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ട് അത്രയ്ക്കും കുട്ടികളെ കിട്ടിയിരുന്നോ? അന്ന് കുട്ടികളുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് പാപ്പനംകോട് നിന്നാണ് ഇവിടെ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വള്ളം ഒക്കെ വള്ളത്തിൽ കയറിയാണ് അവർ വന്നുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. ഒത്തിരി റിസ്ക് എടുത്താണ് വന്നുകൊണ്ടിരുന്നത്. എങ്കിലും കുട്ടികളുടെ ഈ പ്രദേശത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങ് ദൂരെ നിന്ന് വന്ന് പിന്നെ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് അവിടുന്ന് പോകും, പാപ്പനംകോടിന് പോകും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ടൈമിങ്സ് എങ്ങനെയാണ്? ഈ സ്കൂളിൻ്റെ ടൈമിങ്സ് 9:30 to 3:30 ആണ്. ഏത് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്? കേരള സിലബസ്, സ്റ്റേറ്റ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള അധ്യാപകർക്ക് ക്വാളിഫൈഡ് ആണ്. അല്ല, കൂടുതൽ അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക, അവർക്ക് ട്രെയിനിങ് കോഴ്സസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട് നമ്മൾ. ഇവിടെയാണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും? അവർ വേറെ തിരുവനന്തപുരത്ത് സ്ഥലങ്ങൾ പല സെൻറ്ററിൽ അവർ വിളിക്കും, ഓരോ സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ. അങ്ങനെ അവർക്ക് നഴ്സറി സെക്ഷൻ കൊടുക്കാറുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിന് LP UP അങ്ങനെ തിരിച്ച് അവയർനെസ് പ്രോഗ്രാംസ് അവർക്കും ടീച്ചേഴ്സിനും കൊടുക്കാറുണ്ട്, ഇൻസെൻറ്റീവ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ ഈ ഒരു പ്രദേശത്തെ നോക്കിക്കഴിയുകയാണെങ്കിൽ കുറച്ച് എങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ആയിരിക്കണം. ഭൂരിഭാഗം കുട്ടികളും ഫൈനാൻഷ്യലായിട്ട് വളരെ പൂറായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ നല്ല സ്റ്റഫാണ് കുട്ടികൾ. നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഏതെല്ലാം കാര്യങ്ങൾ, ഡാൻസ്, പാട്ട്, കോൽക്കളി, പരിചയമുട്ട്, അങ്ങനെ ഏത് കളികളും നമ്മൾ വെച്ച് കൊടുത്താൽ അത് ഒപ്പിയെടുക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. അതുപോലെ ഇംഗ്ലീഷിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷനും ഹാൻഡ് റൈറ്റിങ്ങിനും ഒക്കെ എല്ലാം നല്ല നല്ല സ്റ്റഫാണ് കുട്ടികൾ. പിന്നെ ഇത് മാത്രമേ ഫൈനാൻസ് സ്കൂളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് ഒരു 10, 30, 40 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികളുണ്ട് ഒറ്റ പ്രസവത്തിൽ. അപ്പോൾ അവർക്ക് നമ്മൾ 2 പേർക്ക് ഒരാൾക്ക് ഫ്രീയാണ്, കംപ്ലീറ്റ് ഫ്രീ കൊടുക്കും. പിന്നെ അങ്ങനെ ഒത്തിരി നമ്മൾ കൺസെഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ
ഭയങ്കര ഒരു എന്താണ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് എന്ന് വെച്ചാൽ അതാണ് നല്ലൊരു പെർഫോമൻസാണ് അവരുടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് നല്ല ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ്. അതുപോലെ സ്പീച്ചസ് നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് സ്പീച്ച് ചെയ്യാനറിയാം, പാടാനറിയാം. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ മാനസികമായിട്ട് നല്ലൊരു സന്തോഷമുണ്ട് സ്റ്റാഫിന്. പ്രത്യേകിച്ച് എനിക്ക് ഒരു സന്തോഷമുണ്ട്. ഇത്രയും നല്ലതായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുന്നല്ലോ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു നല്ലൊരു സാഫല്യമുണ്ട്. ഇപ്പം ബുക്ക് പഠിത്തത്തിന് പുറമെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ഡാൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ സ്കൂളിന്റെ ഒരു കരിക്കുലത്തിൽ കൂടെ വരുന്നതാണോ അതോ എക്സ്ട്രാ ആയിട്ട് കുട്ടികൾക്ക് കരിക്കുലത്തിൽ വരുന്നത് തന്നെയാണ്? ക്ലാസ്സും ഡാൻസും എല്ലാം അതിനോടുകൂടി ചേർന്ന് പോകുന്നത്. മദർ ഇവിടെ അല്ലാതെ വേറെ ഈ പറയുന്ന പോലെ ഓർഗനൈസേഷന്റെ കീഴിൽ അല്ലെങ്കിൽ മറ്റു കോളേജസിലും സ്കൂൾസിലും ഒക്കെ പ്രവർത്തിച്ചിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഇവിടെ തമിഴത്തേക്ക് ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് വരുന്നത്. ആ ഒരു കാലത്തെ ഓർത്ത് പറയാമോ? നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലെ? ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന സ്കൂളുകളിലെല്ലാം ഭയങ്കര ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടായിരുന്നു എനിക്കെന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാമിനും ടീച്ചിങ്ങിനാണേലും കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കാനും പഠിപ്പിക്കാനും കളിക്കാനും എല്ലാം മുഴുവൻ സമയവും അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അങ്ങനെ തന്നെ സയൻസ് ഫെയറിന് കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ട്, കേരളത്തിന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇടുക്കി ജില്ലയിൽ ബെസ്റ്റ് സയൻസ് സ്പോൺസറായിട്ട് അവർക്ക് അതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മാർഗംകളി സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്, പരിചമുട്ടും സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രോഗ്രാമിലും ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു ഞാൻ മറ്റു സ്കൂളുകളിലൊക്കെ. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ പൊക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം. ഒരു കോളേജിലും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ നേരത്തെ? കോളേജിൽ ഒരാഴ്ച അത്രയാണ്. സിസ്റ്ററിന് ആദ്യമേ അധ്യാപിക ആവാനുള്ള ഒരു ഞങ്ങളുടെ ഫാമിലി അതിലങ്ങനെ ടീച്ചിങ്ങിന് പിന്നെ ഫാദറിൻ്റെ ചേട്ടനൊക്കെ ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു. പിന്നെ അന്നേരം നമ്മൾ ആ കൂടെ പിന്നെ ടീച്ചിങ്ങിന് ഒരു പ്രത്യേക ഒരു ടാലന്റ് നമ്മുടെ ഫാമിലിക്ക് തന്നെയുണ്ട്. അപ്പോൾ ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന. നഴ്സറി പോകുമ്പോൾ തന്നെ ടീച്ചിങ്ങിനോടുള്ള പ്രത്യേക ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നെന്ന് പാരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴയാണ് മദറിൻ്റെ സ്വന്തം നാട്. മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ തമലം എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് വന്ന് താമസിക്കുമ്പോൾ മദറിന് എന്ത് തോന്നുന്നു? മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല ഒരു ഇതിനേക്കാളും പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ പ്രദേശമൊക്കെ ശരിക്കും മൂവാറ്റുപുഴ പോലത്തെ ഒരു പ്രദേശമാണ്. വാഴ, കപ്പ, ചീനി, ചേമ്പ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് മൂവാറ്റുപുഴയുടെ ഒരു പാർട്ടാന്ന് തന്നെ തോന്നുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഒരു ആ സിറ്റിയുടെ യാതൊരു സിറ്റിയോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇന്റീരിയർ എന്നൊന്നും പറയാൻ സാധിക്കില്ല ഈ സ്ഥലത്തെ. സിറ്റിക്കുള്ളിൽ തന്നെയുള്ളൊരു പ്രദേശം തന്നെയാണ് തമലം എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നേരത്തെ വേറെ സ്കൂളുകളിലൊക്കെ പ്രവർത്തിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? കുറച്ച് എന്താ പറയുക, ഇങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇവിടെ വരികയും അവർക്ക് വേണ്ടത്ര അവരുടെ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി? അങ്ങനെ വിഷമം തോന്നി. പാരൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ അങ്ങനെ വിഷമം തോന്നി. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ പാട്ടിനാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി ഭയങ്കര നന്നായിട്ട് പാടും. പക്ഷേ അതിൻ്റെ അമ്മ പറയുകയാണ് ഈ കുഞ്ഞ് വേറൊരാൾക്ക് ജനിച്ചെങ്കിൽ ഇവൻ എന്തൊരു ഭാവി ഉണ്ടായിരുന്നെന്ന്. അതൊക്കെ കേട്ടോ ശരിക്കും സങ്കടം വന്നു. പക്ഷേ ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച് അവനെ നന്നായിട്ട് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഈ പറയുന്ന ഓർഗനൈസേഷന് കഴിയുന്നുണ്ടോ? സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അത് നമ്മൾ കൂടുതൽ എന്താണ് പറയുക, ചെയ്യിക്കാനൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും തരും. ഇവിടെ നിന്ന് പുറത്തേക്ക്, അതായത് മറ്റ് സ്കൂളുകളിലേക്കുള്ള കോമ്പറ്റീഷൻസിനോ അല്ലെങ്കിൽ യുവജനോത്സവങ്ങൾക്കോ അങ്ങനെയൊക്കെ പോകാനുള്ളൊരു സാഹചര്യം കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക്? ഇവിടെ യുവജനോത്സവത്തിന് പോകാൻ വേണ്ടി നമുക്ക് റെക്കഗ്നേഷൻ കിട്ടണം. റെക്കഗ്നേഷൻ നമ്മളിപ്പോൾ DPL വരെ ചെന്നിട്ടുണ്ട്. ഈ വർഷം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ ചിന്ത. സ്കൂളിന് എന്തെങ്കിലും പുരസ്കാരങ്ങളോ അവാർഡ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയതായി? കുട്ടികൾക്ക് ഈ കരാട്ടയ്ക്ക് അവർക്ക് ഗോൾഡ് മെഡൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ ഗായക സംഘം കൊയർ പോയി അവർ പുറത്ത്
നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റഡിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ജനറൽ പെർഫോമൻസിന് സ്കൂളിന് അവാർഡും കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ വേറെ ആക്ടിവിറ്റീസ് വേറെ എന്തെങ്കിലും? സ്കൂളിൻ്റെ ഗാർഡനിങ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് വെച്ച് അവിടെ നട്ടിട്ടുണ്ട്, പയറ്, വെണ്ട, പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ട് അതിൻ്റെയൊക്കെ സീസൺ ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റേ വേറെ 2 കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, മണ്ണിനോടും ഒക്കെ വലിയ സ്നേഹമാണ്. പിന്നെ മറ്റ് എല്ലാം ചെയ്യാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ്. കുട്ടികളുടെ കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. സ്കൂൾ ബസ് ഉണ്ട് അല്ലേ? സ്കൂൾ വാൻ ഉണ്ട്. അപ്പം സ്കൂൾ വാനിലാണോ കുട്ടികൾ അധികവും, അതോ നേരിട്ട് വരുന്ന കുട്ടികളാണോ കൂടുതൽ? ഡേ സ്കോളേഴ്സ് ഇങ്ങനെ വരും, പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, അവരുടെ കെയർ തന്നെ, നമ്മളല്ല, അവര് തന്നെ വരുന്നവരുണ്ട്. ഈ സ്കൂളിന്റെ ഒരു ഭാവി മദർ എങ്ങനെ കാണുന്നു? സ്കൂളിന് ഉടനെ തന്നെ റെക്കഗ്നേഷൻ കിട്ടും. അത് കിട്ടുന്നതോടുകൂടി കൂടുതൽ കുട്ടികൾക്ക് ഗ്രാൻഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ സാമ്പത്തിക പരാധീനത കുറച്ചൊക്കെ കുറയും. പിന്നെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ തരാറുണ്ട്. മദറിന്റെ ഇൻട്രസ്റ്റിൽ ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങുകയോ അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടോ? എഡ്യൂസാറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, ഒന്നും തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഫൈനാൻസ് അതിന് കിട്ടണമെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക്. എങ്കിലും പാരൻസിനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു സ്മാർട്ട് റൂം ഒക്കെ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. കുട്ടികളിലെ കഴിവുകളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അടുത്ത മദർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ നമ്മൾ അസംബ്ലിയിലൊക്കെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സ്പീച്ച്, മലയാളം സ്പീച്ച്, കോമഡി അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി കുട്ടികൾക്ക് ഇൻട്രാക്ഷൻ, അതായത് ഈ അവർ പഠിച്ച കാര്യങ്ങളും വീട്ടിൽ പറയാനും അവർ പ്രസംഗിക്കുമ്പോൾ അവരുടെ സഭാകമ്പം മാറാനും ഒക്കെ നല്ല അവസരങ്ങൾ അസംബ്ലിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈബ്രറി ഉണ്ടോ? ലൈബ്രറി ഉണ്ട്, പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട്. പിന്നെ ഡാൻസ് ക്ലാസ്സൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വ്യക്തിത്വ വികസനത്തിന് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഇവിടെയുള്ള ടീച്ചേഴ്സാണോ? ഞാൻ കൊടുക്കുന്നുണ്ട്. മദർ തന്നെ. അപ്പോൾ അവർക്ക് ഈ പേരൻസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കിട്ടുന്ന കാര്യം, LKG ഒരു കൊച്ചു പറയാണ്, ഇപ്പോൾ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛൻ അടിക്കുമായിരിക്കുന്നത്. ആ കൊച്ചിൻ്റെ മനസ്സിനെ ഒത്തിരി വിഷമിപ്പിക്കുന്നു. കാരണം കുടുംബങ്ങളിൽ അസ്വസ്ഥതയാണ് കുഞ്ഞുങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. അവരെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന സാഹചര്യം, അത് ഓർക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പല കുടുംബങ്ങളും ശിഥിലീകരിക്കപ്പെടുകയാണ് ഇപ്പം. അപ്പോൾ അതിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങൾ അതെല്ലാം കണ്ടല്ലേ വളരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ള ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി അവയർനെസ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് പാരൻസിന്. അപ്പോൾ കൂടുതൽ ഇനി ഓരോ കുട്ടികൾ വിഷമിച്ച് വരുമ്പോൾ അവരെ നമ്മൾ അടുത്ത് വിളിച്ച് ചോദിച്ചു വരുമ്പോൾ അവർ എല്ലാം പറയും, എൻ്റെ വിഷമം ഇതാണ്. ഒരു ഭയങ്കര ദേഷ്യമായിരുന്നു ഒരുത്തിന്. അപ്പോൾ നിനക്ക് എന്താ ഇങ്ങനെ? എൻ്റെ ടീച്ചറെ എനിക്കിങ്ങനെ പണ്ടേ മുതലുള്ള ദേഷ്യമാണ്, എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത മോനെ, അന്ന് ഈ ദേഷ്യം കുറയാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വന്ന് പറഞ്ഞു, ടീച്ചറെ എൻ്റെ ദേഷ്യം എങ്ങനെയോ പെട്ടെന്ന് കുറഞ്ഞു, ഞാൻ എന്നും പ്രാർത്ഥിക്കണം, ഇപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളുടെ അങ്ങനെ നമുക്കൊരു സന്തോഷമുണ്ട് മാനസികമായിട്ട്. അപ്പോൾ ഓരോ കുട്ടിയെയും ഓരോ കുടുംബത്തെയും മദറിനെ തീർച്ചയായിട്ടും നേരിട്ട് അറിയാമായിരിക്കും. വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വരുന്ന കുട്ടികളുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? നല്ല സപ്പോർട്ടുണ്ട് കുടുംബത്തിൻ്റെ. അതായത് അവർക്ക് പിന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഭയങ്കര ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അപ്പോൾ 2.25 വയസ്സ് 3 വയസ്സായ കുട്ടികളൊക്കെ pre-KG അവരൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളെ നല്ല സന്തോഷവും. ഈ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? 3 മണിക്ക് ശേഷം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? അങ്ങനെ 3 മണിക്ക് ശേഷം പിന്നെ എല്ലാവരും ബസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് ഒരുവിധം ദൂരമുള്ളത്. പിന്നെ അവർക്കെല്ലാം ട്യൂഷനുണ്ട്. ഈ ട്യൂഷൻ എന്ന് പറയുന്നത് കൊടുക്കുമ്പോഴാണ് അത് ഈ പ്രദേശത്ത് pre-KG മുതൽ ട്യൂഷൻ ഉണ്ട്. അത് ഒരു നല്ലൊരു രീതിയാണെന്ന് തോന്നണില്ല. കാരണം റീഡിങ് പിള്ളേർക്ക് നടക്കുന്നില്ല. കുട്ടികൾ വീട്ടിൽ പോയി വായിക്കാനെടുത്ത ഇത് നോട്ട്സ് മാത്രം ട്യൂഷന് പോയി പഠിച്ചിട്ട് വരുവായിരുന്നു. അപ്പോൾ പുസ്തകം എടുക്കുന്നില്ല. അപ്പോൾ പുസ്തകം എടുക്കാത്തത് കൊണ്ട് റീഡിങ്ങിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ മാക്സിമം സ്കൂളിൽ ഇവിടെ വായിപ്പിക്കാനായിട്ട്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വായന എന്നൊരു ശീലം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് റീഡിങ് കോർണർ ഉണ്ട്. പിന്നെ പത്രമുണ്ട്, മാസികകളുണ്ട്. അങ്ങനെ കൂടുതൽ നല്ല പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ലൈബ്രറിയിൽ. റീഡിങ് കോർണറിൽ ഇട്ട് കൊടുക്കും. അവർ
വായിക്കാം. ഇത്രയും സമയം സ്മാർട്ട് ലേഡിയിൽ കൂടി ഈ സ്കൂളിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഞങ്ങളുടെ നന്ദി. താങ്ക് യു.